എത്ര ദിവസം കിട്ടി? ബാഗ് പാക്ക് ചെയ്യുന്നതിനിടെയായിരുന്നു രമേശിൻ്റെ ചോദ്യം. ഒരാഴ്ച. അവിടെ എത്തിയിട്ട് തീരുമാനിക്കണം അത് നീട്ടണോ ചുരുക്കണോ എന്ന്. ഹരി കയ്യിലുള്ള ഡ്രസ്സ് ബാഗിലേക്ക് വെച്ചുകൊണ്ട് അവനെ നോക്കി. എപ്പോഴും പോകുമ്പോൾ പറയുമ്പോഴുള്ള വീരവാദങ്ങളൊന്നും ഇപ്രാവശ്യമില്ലേ? അവനരികിലെ കിടക്കയിൽ ചിരിഞ്ഞു കിടന്നുകൊണ്ട് രമേശ് കളിയാക്കി. ഹരി ഒന്നും പറയാതെ ചിരിച്ചു. നാലാള് നേർക്കുനേർ വന്നാലും പതറാത്ത ഹരിപ്രസാദ് ഈ കാര്യത്തിൽ മാത്രം വല്ലാത്ത വീക്കാണ് കേട്ടോ. എനിക്കറിയാം രമേശേ, എന്നെ ഓർത്തിട്ടല്ല. ഞാനെൻ്റെ ഇഷ്ടം പറയുമ്പോൾ അവിടെയുള്ള മറുപടിയാണ് എന്നെ പേടിപ്പിക്കുന്നത്. ഇഷ്ടമല്ലെന്ന് കേട്ടാലും എൻ്റെ മരണം വരെയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സൗഹൃദത്തെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയാൽ അതെനിക്ക് സഹിക്കാനാവില്ല. അതോർക്കുമ്പോഴാണ്. ഹരിയുടെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു. ധൈര്യമായിട്ട് പോയിട്ട് വാടോ. അവളുടെ ഉത്തരം ഇനി എന്തായാലും ഈ നീറിപ്പുകയുന്നത് ഒന്നൊഴിഞ്ഞു കിട്ടുമല്ലോ. വ്യക്തമായൊരു തീരുമാനം നിനക്കെടുക്കാമല്ലോ. രമേശ് ഹരിക്ക് ധൈര്യം പകർന്നു കൊടുത്തു. നാളെ രാവിലെ തന്നെ ആ കുട്ടിയെ പോയി കാണാൻ ശ്രമിക്കണം. വൈകുന്ന ഓരോ നിമിഷവും അവളിലേക്കുള്ള നിന്റെ ദൂരം ഒരുപാട് കൂടും. നിന്റെ ധൈര്യവും കുറയും. എല്ലാം ശരിയാവുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിന് പകരം എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതും പലപ്പോഴും ധൈര്യമാണ് ഹരി. രമേശ് പറയുന്നതിന് തലയാട്ടി ഹരി അവൻ്റെ അരികിൽ തന്നെ ഇരുന്നു. പറയണം, എനിക്കും വയ്യ ഇങ്ങനെ ചങ്കിൽ കൊണ്ട് നടന്ന് നീറാൻ. ഹരിയുടെ വാക്കുകളും നേർത്തു. നിന്റെ ഫോൺ കംപ്ലൈൻ്റ് ആയോ? പുതിയ ഫോണൊക്കെ? ഹരിയുടെ ബാഗിനുള്ളിലെ ബോക്സ് കയ്യിലെടുത്തുകൊണ്ട് രമേശ് ചോദിച്ചു. അതെനിക്കല്ല. ഹരി ചിരിച്ചു. പിന്നെ അവൾക്കാണ്, സീതാലക്ഷ്മിക്ക്. അവളുടെ ഫോണിൽ വിളിച്ചാലും കിട്ടില്ല. ഒരു ഫോൺ വാങ്ങാനുള്ള അവസ്ഥയിലുമല്ല. ഹരി രമേശിനെ നോക്കി. ഹരിയോട് ഒന്നും പറയില്ലെങ്കിലും രമേശിൻ്റെ ചുണ്ടിൽ ഒരു പതിഞ്ഞ ചിരിയുണ്ടായിരുന്നു. ഹരി അത് പറഞ്ഞു കേൾക്കുമ്പോൾ. ഇതിപ്പോ നിനക്കൊക്കെ ഒരു സൗകര്യമായല്ലോ അല്ലേ? ഭാമിയുടെ സ്വരത്തിലെ പരിഹാസം സാവിത്രിയുടെ ചുണ്ടിലെ ചിരിക്കുമുണ്ടായിരുന്നു. സീതയ്ക്ക് നേരെ കുരച്ചു ചാടുന്നവർക്ക് മുന്നിലേക്ക് കണ്ണൻ കയറി വന്നു. നിനക്ക് ഇത്തിരിയെങ്കിലും നാണമുണ്ടോടാ? അവനോടുള്ള ദേഷ്യം ആ വാക്കുകൾ കൊണ്ട് പ്രകടമായിരുന്നു. ഇല്ല, എന്തേ? നിങ്ങൾക്ക് വല്ല ടിപ്സും പറഞ്ഞു തരാനുണ്ടോ? ആ കാര്യത്തിൽ എന്നെപ്പോലെ തന്നെയല്ലേ നിങ്ങളും? അല്ലെങ്കിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ വരില്ലല്ലോ. കണ്ണൻ അവർക്ക് മുന്നിൽ കൈകെട്ടി നിന്നു. ഇതെല്ലാം വിട്ടൊഴിവാക്കാൻ നിന്നോട് വല്യമാമ പറഞ്ഞതല്ലേടാ? സാവിത്രി അവൻ്റെ നേരെ തുറിച്ചു നോക്കി. അങ്ങേര് പറയുന്നത് മുഴുവൻ വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഞാനല്ലല്ലോ അയാളുടെ ഭാര്യ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അവർ തമ്മിലുള്ള ബഹളത്തിലേക്കാണ് മുത്തശ്ശി ബാത്റൂമിൻ്റെ വാതിൽ തുറന്നിറങ്ങി വന്നത്. ഓഹോ, ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാവും അമ്മ കുളിമുറിയിൽ കയറി വാതിലടച്ചിരുന്നത്. അമ്മയും കൊള്ളാം, കൊച്ചുമോനും കൊള്ളാം. ഭാമയുടെ കൂർത്ത വാക്കുകൾ മുത്തശ്ശിയുടെ നേരെയാണ്. എന്തൊക്കെയാ ഭാമേ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. തീർത്തും തളർന്നതുപോലെ തനിക്ക് പിന്നിൽ തല കുനിഞ്ഞു നിൽക്കുന്നവളെ കണ്ണൻ പാളി നോക്കി. പ്രശ്നങ്ങളുടെ ആകെ തുകയാണ് കണ്ണേട്ടാ ഈ സീതാലക്ഷ്മി. അവളുടെ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ മുഴങ്ങി. അറിയാതെ തന്നെ കണ്ണൻ്റെ കൈകൾ അവളിൽ വലയം തീർത്തു. ഞങ്ങളോടുള്ള ദേഷ്യം മുത്തശ്ശിയോട് തീർക്കണ്ട വെറുതെ. അവൻ്റെ ശബ്ദവും മുഖവും തീർത്തും ഗൗരവത്തിലാണ്. ഇവൾ എൻ്റെയാണ്. നിങ്ങളിനി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിനൊരു മാറ്റവുമില്ല. വെറുതെ നിന്ന് കുരച്ച് ദേഷ്യം തീർക്കാമെന്ന് മാത്രം. പക്ഷേ അതും എന്നോടും എൻ്റെ പെണ്ണിനോടും വേണ്ട. അവൻ്റെ കണ്ണുകൾ ഭാമയുടെയും സാവിത്രിയുടെയും നേരെ മാറി മാറി പതിഞ്ഞു. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. ഇവിടെ കാരണവന്മാരുള്ളതെല്ലാം പിന്നെ എന്തിനാ? വീണ്ടും ഭാമ അവന് നേരെ ചീറി. എനിക്ക് നന്മ വരുന്നതൊന്നും ഇവിടുത്തെ കാരണവന്മാർ ചെയ്തില്ലെന്ന് വ്യക്തമായി അറിയാം എനിക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്കാരുടെയും സഹായവും ആവശ്യമില്ല. കണ്ണനും വിട്ടുകൊടുത്തില്ല. കുടുംബങ്ങളെ തമ്മിൽ തെറ്റിച്ചപ്പോൾ സമാധാനമായല്ലോ നിനക്ക്, അല്ലേടി നാശം പിടിച്ചവളെ? സാവിത്രി സീതയുടെ നേരെ നോക്കി. അതിവിടെ ആരാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം സാവിത്രി. കൂടുതൽ പറഞ്ഞിട്ട് തെളിവുകൾ ഉണ്ടാക്കേണ്ട നീ. മുത്തശ്ശിയുടെ ശബ്ദം വല്ലാതെ കടുത്തു പോയിരുന്നു. അമ്മ ഒറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാ ഈ പെണ്ണിനും ചെക്കനും ഇത്രയും അഹങ്കാരം. ഭാമ നാരായണിയമ്മയെ നോക്കി പറഞ്ഞു. അവർ തെറ്റായി ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ തൽക്കാലം എനിക്ക് സൗകര്യമില്ല. മുത്തശ്ശി പതിയെ ചെന്നിട്ട് കിടക്കയിലിരുന്നു. പിന്നെ ഈ ചെയ്യുന്നതൊക്കെ ശരിയായ കാര്യങ്ങളാണല്ലോ. ഭാമ ചുണ്ടുകൂട്ടി. പരസ്പരം സ്നേഹിക്കുന്നത് തെറ്റായിരുന്നുവെങ്കിൽ നിങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അമ്മായി.
രവിമാമയെ ഭർത്താവായി കിട്ടാൻ വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ ഒരു ഭാമയെക്കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞു തന്ന ആ കഥ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല കേട്ടോ. കണ്ണൻ ചിരിയോടെ പറഞ്ഞപ്പോൾ ഭാമയുടെ രോഷം സൂചിക്കുത്തേറ്റ ബലൂൺ പോലെയായി. വിളറി വെളുത്ത് നിൽക്കുന്ന ഭാമയെ മുത്തശ്ശി ചിരിച്ചുകൊണ്ടാണ് നോക്കിയത്. ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഭാമേ? സാവിത്രിയുടെ മറവിലേക്ക് പതുങ്ങുന്ന ഭാമയ്ക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാളോടും കൂടിയാ പറയുന്നത്. ഈ പിറകെ നടന്നിട്ട് സീൻ പിടിക്കുന്ന പരിപാടി ഭയങ്കര ബോറാണ്. നിങ്ങൾക്ക് അങ്ങനൊരു വികാരം അറിയില്ലേലും കാണുന്ന ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. സീതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കണ്ണൻ പറഞ്ഞു. ഭാമയുടെ ശബ്ദം നിലച്ചതുകൊണ്ട് ഒറ്റയ്ക്ക് അവരോട് പൊരുതാനുള്ള മനോബലം സാവിത്രിക്കും ഉണ്ടായിരുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് പോലും ഈ മുറിയിലേക്ക് നിങ്ങളാരും വരാറില്ല. സീതാലക്ഷ്മി വന്നതിന് ശേഷം അവളെ ക്രൂശിക്കാൻ മാത്രം തമ്പ്രാട്ടിമാരും മുടങ്ങാതെ വരും. മുത്തശ്ശി കൂടി പറഞ്ഞപ്പോൾ ഭാമയും സാവിത്രിയും അവർക്ക് മുന്നിൽ ഒരുപാട് ചൂളി ചുരുങ്ങിപ്പോയിരുന്നു. ഇനി അങ്ങോട്ട് രണ്ടിനെയും ഈ പരിസരത്ത് കണ്ടുപോകരുത്. അതുവരെയും കാണാത്ത വിധം മുത്തശ്ശിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ വരാം മുത്തശ്ശി. അവർക്കിടയിൽ കൂടി സീതയുടെ കൈയും പിടിച്ചുകൊണ്ട് കണ്ണൻ ഇറങ്ങിപ്പോകുമ്പോൾ മുത്തശ്ശി ഭാമയെയും സാവിത്രിയെയും പരിഹാസത്തോടെ നോക്കി. എന്താ? ഇടനാഴിയിലേക്ക് ഇറങ്ങിയ ഉടൻ കയ്യിൽ നിന്നും കുതറിമാറി തുറിച്ചു നോക്കുന്ന സീതയോട് കണ്ണൻ ചോദിച്ചു. എവിടേക്ക് കൊണ്ടുപോവാ എന്നെ? അവളുടെ വീർത്ത് കെട്ടിയ മുഖം കണ്ടിട്ട് അവന് ചിരിയാണ് വരുന്നത്. കൊല്ലാൻ കൊണ്ടുപോവാ നിന്നെ. എന്തേ? അവനിലും കുറുമ്പ് നിറഞ്ഞു. അതിൻ്റെ ആവശ്യമുണ്ടോ? ദിവസവും പലരിൽ നിന്നും ഓരോ വാക്കുകൾ കേട്ട് നിരവധി തവണ മരിച്ചു പോകുന്നവൾക്ക് മരണമെന്ന വാക്ക് കേൾക്കുമ്പോൾ പേടി തോന്നില്ല കണ്ണേട്ടാ? സീതയുടെ വിളറിയ ചിരി. സീതാലക്ഷ്മി സെന്റിയായ ഭയങ്കര ബോറാണ് കേട്ടോ. എനിക്കിഷ്ടം ആ പടക്കം പോലുള്ള ദുർഗാലക്ഷ്മിയെയാണ്, കണ്ണൻ പാതി കളിയായി പറഞ്ഞു. മുത്തശ്ശി കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്കവിടെ ജോലിയുണ്ട്. സീത തിരികെ നടക്കാൻ തുടങ്ങി. ആ പോവല്ലേ, ഞാൻ കയ്യും പിടിച്ചിറങ്ങി വന്നിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? കണ്ണൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു. സീതയുടെ കൂർപ്പിച്ച നോട്ടം കണ്ടിട്ട് അതേ സ്പീഡിൽ അവൻ്റെ പിടുത്തം വിട്ടു. എൻ്റെ കൂടെയൊന്ന് വാ, ഒരു കാര്യം പറയാനാ, കണ്ണൻ ആവശ്യപ്പെട്ടു. പറഞ്ഞു. സീത കേൾക്കാൻ റെഡിയായി അവന് നേരെ തിരിഞ്ഞു. ഇവിടെ വെച്ചോ? കണ്ണൻ്റെ മുഖം ചുളിഞ്ഞു. സീതയുടെ നോട്ടം വീണ്ടും അവന് നേരെ കൂർത്തു. എനിക്കവിടെ ജോലിയുണ്ട് കണ്ണേട്ടാ, വീണ്ടും അവൾ ഓർമ്മിപ്പിച്ചു. പെട്ടെന്ന് തിരിച്ചു വരാം, വാ. അതും പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുന്ന അവനോടൊപ്പം നടക്കുകയേ പിന്നെ അവൾക്ക് മുന്നിൽ മാർഗമുണ്ടായിരുന്നുള്ളൂ. സ്വന്തം മുറിയിലേക്കാണ് കണ്ണൻ്റെ നടത്തം. വാതിൽപ്പടിയിൽ നിന്നിട്ട് സീത അവനെ നോക്കി. ആ കയറി വാ. അവളുടെ നിൽപ്പ് കണ്ടിട്ട് വീണ്ടും തിരിഞ്ഞു വന്നിട്ട് കണ്ണൻ സീതയുടെ കൈ പിടിച്ചു. പൊതുവെ നീ ഇച്ചിരി അഭിമാനിയായതുകൊണ്ടാണ് ചോദിക്കുന്നത്. മുഖവരിയോടെ കണ്ണൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ സംശയം നിഴലിക്കുന്ന കണ്ണോടെ സീത അവൻ്റെ നേരെ നോക്കി. ഈ ജോലിക്ക് അന്തസ്സ് കുറവായതുകൊണ്ടല്ല. നീ ഇവിടെ ഒരുപാട് സഹിക്കുന്നുണ്ട് സീതാലക്ഷ്മി. കാര്യം നിന്നെ ദിവസവും കാണാൻ എനിക്ക് നിന്റെ ഈ ജോലിയാണ് സൗകര്യമെങ്കിലും നിനക്കിത് വേണോ? നീ വേദനിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. അതിന് എന്തിൻ്റെ പേരിലായാലും. കണ്ണൻ്റെ സ്നേഹം അവൻ്റെ വാക്കുകളിൽ പ്രകടമാകുന്നുണ്ട്. സീത അവനിൽ നിന്നും കണ്ണുകൾ പറിച്ചു മാറ്റാനാവാത്ത വിധം കുരുങ്ങിപ്പോയിരുന്നു ആ വാക്കുകളുടെ മാസ്മരികതയിൽ. വേറൊരു ജോലി ശരിയാക്കി തരട്ടെ ഞാൻ. ആരും നിന്നെ വേദനിപ്പിക്കാതെ അപമാനിച്ച് രസിക്കാത്ത, നിനക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു ജോലി ടൗണിൽ എവിടെയെങ്കിലും. കണ്ണൻ്റെ അലിവാർന്ന ചോദ്യം അവളുടെ ഹൃദയത്തിലാണ് പതിച്ചത്. അല്ലെങ്കിൽ ഇനി ഒന്നിനും കാത്തു നിൽക്കാതെ ഞാൻ എൻ്റേതാക്കിക്കോട്ടെ. ആർക്കും വേദനിപ്പിക്കാൻ ഇട്ട് കൊടുക്കാതെ എൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിക്കാൻ. കണ്ണൻ അവളുടെ തൊട്ടരികിലാണ്. അവൻ്റെ ഹസ്കി വോയിസ്, ശ്വാസത്തിൻ്റെ ചൂട്. സീത വീണ്ടും തളർന്നു തുടങ്ങി. നീ വേണം ഒരു ഉത്തരം പറയാൻ, അതുപോലെ ചെയ്യാം ഞാൻ. കണ്ണൻ സീതയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എനിക്ക് നിന്നോട് അത്രയും ഇഷ്ടമാണ് സീതാലക്ഷ്മി. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അല്പം പരിഭവം കലർന്ന കണ്ണൻ്റെ സ്വരം. പക്ഷെ കണ്ണേട്ടാ, എനിക്കിഷ്ടം ഹരിയെ. സീതയത് പറഞ്ഞു മുഴുവനാക്കും മുന്നേ കണ്ണൻ്റെ വിരലുകൾ സീതയുടെ ചുണ്ടിൽ അമർന്നു. സീത വിറച്ചു പോയിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ. ഇനി അത് നീ പറഞ്ഞ. കണ്ണൻ്റെ മുഖം ചുവന്നു. വിറയ്ക്കുന്ന അവളുടെ ചുണ്ടിലെ അവൻ്റെ വിരലുകളും വിറച്ചു പോയിരുന്നു. സീതയുടെ നിറഞ്ഞു വരുന്ന കണ്ണിലേക്ക് നോട്ടം പാറി വീണപ്പോൾ കണ്ണൻ വേഗത്തിൽ കൈകൾ പിൻവലിച്ചു. സോറി, റിയലി സോറി സീതാലക്ഷ്മി. ഞാൻ അപ്പോഴത്തെ ആ ആവേശത്തിൽ സോറി. കണ്ണൻ ഒരു കൈ നടുവിൽ കുത്തി മറുകൈ കൊണ്ട് നെറ്റിയിലടിച്ചു. അവൻ്റെ സ്വരത്തിലും നിരാശയുണ്ടായിരുന്നു.
സോറി. വീണ്ടും അത് തന്നെ പറയുന്നവനോട് സീതയ്ക്ക് ഒരുപാട് സ്നേഹം തോന്നി. നിമിഷങ്ങൾ കൊണ്ട് ഇവന് എത്രയെത്ര ഭാവങ്ങളാണ്. ഇത്തിരി നേരം മുന്നേ ഇവൻ പ്രണയത്തിൻ്റെ രാജകുമാരനായിരുന്നു. ഇവൻ്റെ വാക്കിലുള്ള സ്നേഹം ലോകത്തെവിടെയുമില്ലെന്ന് തോന്നുന്ന വിധം. അതിനു മുന്നേ ദേഷ്യം അതിൻ്റെ ഏറ്റവും കൂടിയൊരു വേഷം എടുത്തിട്ടിരുന്നു ഇവനിൽ. അലിവും സ്നേഹവും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ. കാണിക്കാനറിയാമെന്നും തെളിയിച്ചിട്ടുണ്ട്. സീതാലക്ഷ്മിക്ക് കണ്ണേട്ടൻ്റെ മായിക വലയത്തിൽ നിന്നും പുറത്ത് കടക്കാനൊരു മാർഗം കണ്ടുപിടിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന സ്നേഹത്തിൽ സ്വയം അറിയാതെ വീണു പോയേക്കാം. അവൻ്റെ സ്നേഹത്തിൽ അവൾ പേടിച്ചു തുടങ്ങിയിരുന്നു. കണ്ണേട്ടൻ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നത്? പതർച്ചയോടെ മുന്നിൽ നിൽക്കുന്നവനോട് സീത ശാന്തമായി ചോദിച്ചു. ഓ, അത് മറന്നു. കണ്ണൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ കണ്ണടച്ച് കാണിച്ചു. എന്നിട്ട് അലമാരയുടെ നേരെ നടന്നു. സീത കൗതുകത്തോടെ അവൻ്റെ ഓരോ ചലനങ്ങളും നോക്കി നിൽപ്പുണ്ട്. ആദ്യം അവനൊരു കവറാണ് പുറത്തേക്കെടുത്തത്. സീതയുടെ നെറ്റി ചുളിഞ്ഞു. എന്താ ഇത്? അത് സീതയുടെ നേരെ നീട്ടുമ്പോൾ അവളുടെ ചോദ്യം. തുറന്നു നോക്ക്. കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് മേശയിൽ ചാരി നെഞ്ചിൽ കൈകെട്ടി നിന്നു. സീത ആകാംക്ഷയോടെ ആ കവറിൽ നിന്നും ഒരു ബോക്സ് പുറത്തെടുത്തു. പുതിയൊരു മൊബൈൽ ഫോൺ. സീതയുടെ കൂർത്ത കണ്ണുകൾ കണ്ണന് നേരെ പാഞ്ഞു. നോക്കി പേടിപ്പിക്കണ്ട. നിനക്കേറെ ആവശ്യമുള്ളത് തന്നെയാണ്. ഇനി ഫ്രീ ആയിട്ട് തന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ പേടിക്കേണ്ട. ഞാനത് സ്ത്രീധനത്തിൽ നിന്നും കുറച്ചോളാം. കണ്ണൻ കുസൃതിയോടെ പറഞ്ഞു. എനിക്ക് വേണ്ടായിരുന്നു. സീത വിഷമത്തോടെ പറയുന്നത് കേട്ടിട്ട് അവൻ കണ്ണുരുട്ടി. കണ്ണൻ തന്നെയാണ് ബോക്സ് തുറന്നിട്ട് ഫോൺ പുറത്തെടുത്തത്. കൊള്ളാവോ? നിനക്ക് ഇഷ്ടായോ? അവൻ സന്തോഷത്തോടെ അവളെ നോക്കി. ഒത്തിരി കാശായോ? സീതയുടെ മറുചോദ്യം. ആയെങ്കിൽ നീ ഇപ്പോൾ തരുവോ? അവൻ്റെ മുഖം ഗൗരവത്തിലാണ്. സീത മൗനമായി നിന്നു. നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, അഭിമാനം മാത്രമാണ് മനോഹരം, ദുരഭിമാനം അത്ര പോരാന്ന്. കണ്ണൻ അവളുടെ കയ്യിലേക്ക് ഫോൺ വെച്ച് കൊടുത്തു. നിന്നെ പേടിപ്പിക്കുന്ന വിലയൊന്നും അതിനായിട്ടില്ല സീതാലക്ഷ്മി. ഡോണ്ട് വെറി. പിന്നെയും തെളിയാത്ത അവളുടെ മുഖത്ത് നോക്കി അത് പറഞ്ഞിട്ട് അവൻ വീണ്ടും അലമാരയുടെ നേരെ തന്നെ നടന്നു. സീത കയ്യിലുള്ള ഫോൺ തിരിച്ചു മറിച്ചു നോക്കുന്ന തിരക്കിലാണ്. അരികിൽ വന്ന് കണ്ണൻ നീട്ടിയ കുറച്ച് നോട്ടുകൾ കൂടി കണ്ടപ്പോൾ അവളുടെ മുഖം വീണ്ടും ചുളിഞ്ഞു. കറണ്ട് ബില്ല് ഞാൻ സെറ്റാക്കിക്കൊള്ളാം. നാളെ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. അതിന് നീ എന്താ ചെയ്യുകയെന്ന് അറിയില്ലെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലേ? ഈ കാശ് അതിനുള്ളതാണ്. കാശിന് വേണ്ടി ഇനി ആരോടും നീ കൈ നീട്ടരുത്. കണ്ണൻ്റെ ദൃഢമായ വാക്കുകൾ. സീത അവനെ തന്നെ തുറച്ചു നോക്കി. ഇതിനി എങ്ങനെ തിരിച്ചു തരുമെന്നോർത്ത് വിഷമിക്കേണ്ട. ഇതും ഞാൻ സ്ത്രീധന കണക്കിൽ കുറച്ചുകൊള്ളാം. കണ്ണൻ അവളുടെ നോട്ടം കണ്ടിട്ട് ചിരിയോടെ ആ കാശ് അവളുടെ കൈ പിടിച്ച് അതിനുള്ളിൽ വെച്ചു കൊടുത്തു. നീ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറുക്കു വഴികളൊന്നുമല്ല ഇത്. നിന്റെ അവസ്ഥയിൽ എനിക്ക് ചെയ്യാവുന്ന സഹായം ചെയ്യുന്നു. നാളെ ഒരിക്കൽ ഞാനിത് പ്രത്യുപകാരമായിട്ട് ആവശ്യപ്പെടുമോ എന്ന പേടിയൊന്നും നിനക്ക് വേണ്ട. നിന്റെ സ്ഥാനത്ത് വേറെ ആരായാലും ഞാൻ ഇത് തന്നെയാകും ചെയ്യുന്നത്. താങ്ങേണ്ടവർക്ക് തുണയാവാൻ എൻ്റെ അമ്മയാണ് സീതാലക്ഷ്മി എന്നെ പഠിപ്പിച്ചത്. അതിൽ കള്ളത്തരം കാണിക്കാൻ സത്യമായിട്ടും എനിക്കറിയില്ല. അങ്ങേയറ്റം ആത്മാർത്ഥമായ വാക്കുകൾ. സീതയുടെ കയ്യിൽ ആ കാശ് മുറുക്കി. എന്നെങ്കിലും ഞാനിത് തിരികെ തരും. കണ്ണനെ നോക്കി സീത പറഞ്ഞു. നിനക്കതിന് കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നീ ജയിച്ചു കാണാനാണ് എനിക്കാഗ്രഹം. അവനും ചിരിച്ചു. നാളെ എങ്ങനെ കൊണ്ടുപോകും അച്ഛനെ? കണ്ണൻ അവളെ നോക്കി. വീടിനടുത്തുള്ള ചേട്ടന് ഓട്ടോയുണ്ട്. അതിലാണ് ഇതുവരെയും കൊണ്ടുപോയിരുന്നത്. ഞാൻ കൂടെ വരണോ? അവളത് നിഷേധിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും കണ്ണൻ ചോദിച്ചു. വേണ്ട. പ്രതീക്ഷിച്ചതുപോലെ വളരെ പെട്ടെന്നായിരുന്നു സീതയുടെ മറുപടി. അവന് നിരാശയൊന്നും തോന്നിയില്ല. അത് സീതാലക്ഷ്മിയാണ്. അവൾ അങ്ങനെയാണ് എന്നും അവനറിയാം. എന്നാ ഇനി പൊയ്ക്കോ. ഒരുപാട് ജോലിയുണ്ടെന്ന് പറഞ്ഞില്ലേ? കണ്ണൻ അവൾക്ക് മുന്നിൽ നിന്നും നീങ്ങി നിന്നു. സീത അവനെയൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. താങ്ക്സ്. ഒന്ന് രണ്ടടി വെച്ചിട്ട് വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് ഈ സീത കണ്ണനോട് പറഞ്ഞു. അവൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചൊന്ന് കണ്ണടച്ച് കാണിച്ചു. എൻ്റെ നമ്പർ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക് കേട്ടോ. പുറകിൽ നിന്നവൻ വിളിച്ചു പറയുമ്പോൾ സീത തിരിഞ്ഞു നിന്നു. അതേ. സീത അവനെ നോക്കിക്കൊണ്ട് പിന്നിലേക്ക് നടന്നു. കണ്ണൻ വാതിൽപ്പടിയിൽ ചാരി നിന്നിട്ട് നെഞ്ചിൽ കൈകെട്ടി നിന്നവളെ നോക്കി പുരികമുയർത്തി. എനിക്ക്. സീതയുടെ മുഖത്ത് നിറയെ കള്ളച്ചിരിയാണ്. നിനക്കിഷ്ടം ഹരിയെയാണ്, അതല്ലേ പറയാൻ വന്നത്? അതേ ചിരി അപ്പോൾ അവനിലും ഉണ്ടായിരുന്നു. പിന്നൊന്നും പറയാതെ തിരിഞ്ഞു നടന്നവളെ നോക്കി അവൻ അപ്പോഴും അതേ നിൽപ്പായിരുന്നു.